തൊടുപുഴയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിൽ സഹപാഠിയുടെ ക്രൂരമർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം തകർന്ന സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ആരോപിതനെതിരെ തൊടുപുഴ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലെ 19-കാരനായ വിദ്യാർത്ഥിയാണ് ഈ പൈശാചിക ആക്രമണത്തിനിരയായത്. വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ ഹോസ്റ്റലിൽ ചിലർ പതിവായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇടുക്കി ഹൈറേഞ്ച് സ്വദേശിയായ ഈ വിദ്യാർത്ഥി കാണുകയും ഇക്കാര്യം സ്ഥാപനത്തിലെ അധ്യാപകരെ അറിയിക്കുകയും ചെയ്തു. ഇതിലുള്ള പ്രതികാരമാണ് ആക്രമണം നടത്തിയത്. ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 1:30 മുറിയിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ വിദ്യാർത്ഥിയെ താഴെ വീഴ്ത്തി നെഞ്ചിലും ചന്ദ്രേന്ദ്രത്തിലും തുടർച്ചയായി ചവിട്ടുകയും അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ വലതുവൃഷ്ണത്തിന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും തകരാറിലായ വലതുവൃഷ്ണം നീക്കം ചെയ്യേണ്ടതായും വന്നു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് അർബുദ ബാധിതനാണ്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബം വായ്പയെടുത്താണ് കുട്ടിയെ പഠിപ്പിക്കാൻ അയച്ചത്. നിലവിൽ ചികിത്സാ ചെലവുകൾക്കായി ഇവർ കടുത്ത ബുദ്ധിമുട്ടിലാണ്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വീഡിയോ സഹിതം വിവരം ലഭിച്ചിട്ടും പോലീസിൽ അറിയിക്കാതിരുന്ന സ്ഥാപന അധികൃതർക്കെതിരെ വൻ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വിദ്യാർത്ഥിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് SFI സ്ഥാപനത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷവുമുണ്ടായി. സംഘർഷത്തിൽ ഉൾപ്പെട്ട മറ്റ് 2 പേർക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്.